ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പ്ലാൻ ഒന്നുമില്ലാത്ത ഒരു യാത്രയിലാണ്. ഇന്ന് സൺഡേ ആണെങ്കിലും തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണിയായി. സമയം കഴിഞ്ഞെങ്കിലും പെട്രോൾ അടിക്കാതെ വണ്ടി നീങ്ങുകയല്ലോ. നേരെ പമ്പിലേക്ക് വിട്ടു. അവിടുന്ന് എണ്ണയൊടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ അജുവയിലെത്തി. നിലവിൽ ഈരാറ്റുപേട്ടയിൽ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന അജുവയിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും ആലോചിച്ചില്ല, മന്തിയും അൽഫാമും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. പ്ലാനിങ്ങും ഇല്ല, സമയവും പോയി. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് വാഗമണിലെ ക്ലൈമറ്റിനെ കുറിച്ച് ഓർത്തത്. ഞങ്ങളെ അറിയാവുന്നവർ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെ വാഗമണ് കണ്ടു തീർന്നിട്ടില്ല എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എല്ലാവരോടും പറയാനുള്ളത്, വാഗമണിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് വരണം. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ കാഴ്ചകളൊന്ന് കാണണം. ഇവിടെയുള്ള കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമാണ്. യാത്രയിലുടനീളം ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ മലനിരകളും അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ മഞ്ഞൊക്കെ പോകുന്ന കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലമായ കാര്യാട്ടോപ്പ് എത്തി. സീസൺ ടൈം ആയതുകൊണ്ട് എന്നത്തെക്കാളും കൂടുതൽ തിരക്കായിരുന്നു. അതുകൊണ്ട് വണ്ടി സൈഡാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി. പിന്നെ കുറച്ച് സ്ഥലം എത്തി കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ചു. ഒരു ടീ ഷോപ്പിൽ കയറി ചായ കുടിച്ചു. അവിടുന്ന് ഇറങ്ങാൻ ഒരുങ്ങിയപ്പം കോടയൊക്കെ മാറി നല്ല മഴയായി. കുറച്ചു സമയം ഞങ്ങൾ നോക്കിയിട്ടും മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ വാഗമണ് കാണാനുണ്ട്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ 3-4 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള അത്ര സ്ഥലങ്ങളാണ് ഇവിടെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്കെല്ലാം നല്ല കോടയായിരുന്നു, അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ഹാരിസ്.